നമ്മുടെ 4 കട്ടപ്പന്മാരും കൂടെ കൂട്ടം ചേർന്ന് അനുവിനെതിരെയുള്ള സംഭാഷണത്തിലാണ് ഇപ്പോൾ. അനു അനീഷിനെ ഇട്ട് വട്ടം ചുറ്റിക്കുമായിരുന്നെന്നും മനഃപൂർവ്വം അനീഷിനെ അവൾ ഉപയോഗിക്കുമായിരുന്നെന്നും എന്നുള്ള രീതിയിലാണ് ഷാനവാസ് പറഞ്ഞു തുടങ്ങിയത്. അതുകൊണ്ടാണ് ആ ഗ്രാഫിൻ്റെ കേസിൽ ഞാൻ അവൾക്ക് 0 ഇട്ട് കൊടുത്തത് എന്നുള്ള രീതിയിൽ ഷാനവാസ് പറയുന്നു. അപ്പോൾ അതിനെയൊക്കെ പിന്തുണച്ചുകൊണ്ടാണ് ശൈത്യ സംസാരിക്കുന്നത്. അത് കണ്ടാൽ മനസ്സിലാവും, പുറത്ത് നിന്ന് കാണുന്നവർക്കത് മനസ്സിലാവും എത്രമാത്രമാണ് അവൾ അനീഷേട്ടനെ ഇട്ട് വട്ടം ചുറ്റിയത്. ആദില പറയാണ് അവൾ ശരിക്കും അനീഷേട്ടൻ്റെ അടുത്തൊരു നോ പറയാൻ അല്ലെങ്കിൽ ബ്രദറാണെന്ന് പറയാനൊക്കെ മടിച്ചിരുന്നു. കാരണം അനീഷേട്ടൻ്റെ ആർമി അവളെ എന്ത് ചെയ്യുമെന്ന് അവൾക്ക് പേടിയുണ്ടായിരുന്നു. അത് ഒബ്വിയസ്ലി അനീഷേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ കയറി പറയുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്ന കാര്യമാണോ? തിരിച്ചൊരാളോട് യെസ് അല്ലെങ്കിൽ നോ പറയാൻ എനിക്ക് പെട്ടെന്ന് പറ്റത്തില്ല, നോ അല്ല ബ്രദറാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാകും എന്നാണ് അനു അവിടെ ചിന്തിച്ചത്. പിന്നെ സ്വാഭാവികമായിട്ടും അനീഷേട്ടൻ്റെ ഒരു ആർമി എന്തായിരിക്കും എന്നോട് കാണിക്കുക എന്നുള്ളൊരു ചിന്ത അനുമോൾക്കുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇവരതിനെയൊക്കെ വളച്ചൊടിച്ച് ഇവിടെ 3 പേര് 4 പേരോടെ വട്ടം കൂട്ടിരുന്ന് സംസാരിക്കുക. കാറിൻ്റെ ടാസ്കിൽ അനീഷേട്ടൻ്റെ തലയിൽ അവളെന്തോ മുടി എടുത്തു കൊടുത്തുവെന്നോ ചായ എടുത്തു കൊടുത്തുവെന്നോ, ഇതൊക്കെ തമാശക്കല്ല. ഇവരൊക്കെ എൻജോയ് ചെയ്ത് അനുവിൻ്റെ കൂട്ടത്തിൽ നിന്ന് കളിച്ചും ചിരിച്ചും നിന്ന ആളാണ് ഈ ഷാനവാസും ആദിലയും നൂറ്. ഏറ്റവും കൂടുതൽ അനീഷിനെ ഇളക്കിയത് ഈ ഷാനവാസാണ്. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അനുവിനോട് ഇഷ്ടമാണെന്നും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും അവർ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഷാനവാസാണ്. ആ ഷാനവാസാണ് ഇപ്പോൾ ഇവിടുന്ന് അനുവിനെതിരെ പറയുന്നത് അനുവാണ് കാരണക്കാരിയെന്ന്. ഈ ഷാനവാസിനെ പോലെ ഒരു പേരും കള്ളനുണ്ടല്ലോ. ഇതിപ്പോൾ ഷാനവാസിൻ്റെ ഏത് PR അല്ലെങ്കിൽ ഏത് ഫാൻ വന്ന് കേട്ടാലും ഒരു കുഴപ്പമില്ല. ഇയാളെ പോലെ ഒരു അമ്മായി സ്വഭാവമുള്ള കുശുമ്പും കുന്നായ്മയും നുണയും പറയുന്ന ഒരുത്തനെ ഈ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല. ഇയാൾ ഒരിക്കലും ഒരു കപ്പ് പോയിട്ട് അവിടുത്തെ ഒരു തൊപ്പി പോലും അർഹിക്കുന്നില്ല. നല്ല രീതിക്ക് ആദിലയും ചേർന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആദില പറയണം അവൾ നൈറ്റിൽ അനുവിൻ്റെ കൂട്ടത്തിൽ നിന്ന് സംസാരിച്ച് ഓരോ കാര്യങ്ങൾ ഇവർ ഊന്നി പറയും. അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് ഹേർട്ട് വരെ കൊടുത്ത ആൾക്കാരാണ്. എന്നിട്ട് നൂറ പറയാം ഞാനിപ്പോൾ അവളോട് ഒരു കയ്യകലം പാലിക്കുകയാണ്, എനിക്ക് മതിയായെന്ന്. എന്തൊരു കള്ളികളാണ് ഇവൾ. ഈ ആദിലയും നൂറയും ഒക്കെ ഉണ്ടല്ലോ. ശൈത്യ പിന്നെ പോട്ടെ, അവൾ ഓൾറെഡി കട്ടപ്പ കളിച്ച് പുറത്തായതാണ്. അവളുടെ വാക്കും കേട്ട് ഇത്രയും നാളും കൂടെ നിന്ന് അനുവിനെയാണ് ഇവർ പറയുന്നതെന്ന് ഓർക്കണം. അതേപോലെ അതിൽ പറയാം നമ്മുടെ പ്രവീണുമായിട്ട് അനു ഒരു കോംബോ പിടിക്കാൻ ശ്രമിച്ചില്ല, ഔട്ട് ട്രാക്ക് പിടിക്കാൻ ശ്രമിച്ചത്. പിറ്റേ ആഴ്ച അവൻ ഔട്ടായെന്ന്. എന്നിട്ട് അതുകൊണ്ടാണ് അവൻ ഔട്ടായത്. എന്നിട്ട് ആ പ്രവീൺ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ അനുവിനെ തന്നെയല്ലേ. അവനില്ലാത്ത പ്രശ്നം ഇവളുമാർക്ക് എന്താ? അതേപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഇവർ പറയുന്നുണ്ട് അനു എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ വിളമ്പുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ എന്തോരം ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് പുറത്തുനിന്ന്. ആരാണ് അവിടെ നിന്ന് പാചകം ചെയ്യുന്നത്? ആരാണ് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത്? ഒരു കുന്തവും ചെയ്യാതെ അടുക്കളയിൽ ഒരു ഹെൽപ്പ് പോലും ചെയ്യാതെ 4 എണ്ണം കൂടെ 4 വഴിക്ക് നടന്നിട്ടിരുന്ന് കുറ്റം പറയാൻ നാണമില്ല. അവൾ ഉണ്ടാക്കുന്നത് മൂക്കുമുട്ട അടിച്ച് കയറ്റും ഈ ഷാനവാസ്. എന്നിട്ട് ഉണ്ടാക്കി വിളമ്പി കഴിയുമ്പോഴത്തേനും അവിടെ കുറ്റം പറച്ചില്ല. ഈ മനുഷ്യൻ എന്തൊരു മനുഷ്യനാണെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും വൃത്തികെട്ട അമ്മായിയമ്മമാർ തോറ്റു പോകുന്ന സ്വഭാവം കേട്ടോ ഷാനവാസിൻ്റെത്. എന്നിട്ട് അതേപോലെ ശൈത്യ പറയാണ് ഇവളെന്നെ പുറകിൽ നിന്ന് കുത്തിയെന്ന് പറഞ്ഞ കേസിൽ വന്ന് ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ ഞാൻ ചോദിച്ചിട്ട് അവളൊരു മറുപടി പോലും തന്നില്ല. എന്തിനാണ് അനു മറുപടി കൊടുക്കുന്നത്? ഈ ഇവറ്റകളെ 4 എണ്ണത്തിന് അനു അടുപ്പിക്കാതിരിക്കുമോ? അനുവിൻ്റെ ലൈഫ് രക്ഷപ്പെടും. സത്യം പറഞ്ഞ ഈ ഒരു പ്രോഗ്രാം എനിക്ക് തോന്നുന്നു ഈ ഒരു വീക്ക് തന്നെ കൊടുത്തത് ഈ ആദിലയുടെ നൂറയുടെ യഥാർത്ഥ സ്വഭാവം അറിയാൻ വേണ്ടിയിട്ട്. പലരും പറഞ്ഞു ആദില പാവ നൂറ പാവ. ഇപ്പോഴെങ്കിലും നിങ്ങൾ കണ്ണ് തുറന്ന് കാണും. കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ പോലെ ഇട്ട് കൊടുക്കാത്ത ഒരാളാണ് അനുമോള്. ആ അനുവിനെ ഇട്ട് കൊടുത്ത് മറ്റുള്ളവരുടെ മുൻപിൽ ഈ ആദില നൂറെ അറിയുന്നില്ല അനുവിൻ്റെ വോട്ട് കൊണ്ടാണ് ഇത്രയും നാൾ ഇതുങ്ങൾ നിന്നെന്ന്. ശൈത്യാമ്മച്ചി വന്നിട്ട് എന്താണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇല്ല മക്കളെ, 2 പേരും നല്ല അടിപൊളിയായിട്ട് ഔട്ടാവാൻ പോവാണ്. നൂറയുടെ ക്യൂട്ട്നെസ് കണ്ടിട്ട് പിന്നെ വല്ലവരും കൊടുത്ത് നിർത്തിയാലായി. പക്ഷേ 2 എണ്ണോ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. എത്രയ്ക്കൊക്കെ കുത്താവോ? ഈ ഹാർട്ട് വരെ കൊടുത്ത് കരഞ്ഞ ആൾക്കാരാണ്. ഇങ്ങനെയും മനുഷ്യന്മാർ മാറുമോ എന്ന് ചിന്തിക്കുന്നത്. ആ അനുവിനെ ഇനി പറയാനൊന്നും ബാക്കിയില്ല. ഓരോ ആഴ്ചയും ഇത്രയും നാൾ അവർ കൂടെ നിന്ന് കളിച്ചത് ഈ അനുവിൻ്റെ ഫെയിം കണ്ട് മാത്രമാണ്.